ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക്. ഞാൻ സ്വപ്ന രാകേഷ്. ഇന്നത്തെ റെസിപ്പി നല്ല രുചികരമായിട്ടൊരു ചെമ്മീൻ ഫ്രൈ ആണ്. വെറും 2 ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് വളരെ ഈസി ആയിട്ട് വളരെ പെട്ടെന്ന് നമ്മുടെ വീട്ടിലുണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും റെസിപ്പി ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒന്ന് കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് പോകാം. ആദ്യം തന്നെ ഒരു കടായി ഗ്യാസ് സ്റ്റൗവിലോട്ട് വെച്ച് കൊടുത്തു. ഫ്ലെയിമൊക്കെ ഒന്ന് കത്തിച്ചു കൊടുക്കുകയാണ്. കടായിയൊക്കെ നല്ല പോലെ ഒന്ന് ചൂടായി വന്നതിന് ശേഷം ഒരു 10-15 വറ്റൽമുളക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. 15-16 വറ്റൽമുളകോളം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഉണക്കമുളക് നമുക്കിപ്പോൾ എരിവ് കുറച്ച് മതിയെന്നുണ്ടെങ്കിൽ പിരിയൻ മുളക് വേണമെങ്കിലും നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നല്ല പോലെ ഒന്ന് ഫ്രൈ ചെയ്ത് കൊടുക്കുകയാണ്. ചെറുതായിട്ട് കളറൊക്കെ ഒന്ന് മാറി വരണം. എന്നിട്ട് ഞാൻ മുളകൊക്കെ ഒന്ന് കോരി മാറ്റുകയാണ്. ഇനി അതേ സെയിം കടായിലോട്ട് തന്നെ ഞാൻ 2 തുടം വെളുത്തുള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ചെറിയ വെളുത്തുള്ളിയാണ് ഞാൻ ഇവിടെ എടുത്തിരുന്നത് കേട്ടോ. ഇവിടെ എണ്ണയൊന്നും ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല. നമ്മൾ മുളക് എങ്ങനെയാണോ ഡ്രൈ ഫ്രൈ ചെയ്തെടുത്തത് അതുപോലെ തന്നെയാണ് ഞാൻ ഈ വെളുത്തുള്ളി ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഇവിടെ മുളകൊക്കെ ഒന്ന് തണുത്ത് റെഡിയായി വരാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്കിതൊന്ന് ചതച്ചെടുക്കണം. ഒരുപാടൊന്നും അരഞ്ഞു പോവാതെ നമുക്ക് മുളകൊന്ന് ചതച്ചെടുക്കണം. ഈ സമയം നമ്മുടെ വെളുത്തുള്ളിയും ഓൾമോസ്റ്റ് ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയി വരുന്നുണ്ട്. ഇപ്പോൾ വെളുത്തുള്ളിയൊക്കെ ലൈറ്റായിട്ട് കളറൊക്കെ മാറി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തു. നമുക്ക് മുളകും ഞാൻ നല്ലപോലെ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മുളക് ചതച്ച അതേ മിക്സറിൻ്റെ ജാറിലോട്ട് നമുക്ക് വെളുത്തുള്ളി ആഡ് ചെയ്ത് കൊടുക്കാം. വെളുത്തുള്ളിയും നമുക്കൊന്ന് ചതച്ചെടുക്കണം കേട്ടോ. വെളുത്തുള്ളിയും നമുക്ക് ചെറുതായിട്ടൊന്ന് ചതച്ചെടുത്താൽ മതി. ഇപ്പോൾ നമ്മുടെ കടായിയൊക്കെ നല്ലപോലെ ചൂടായി തന്നെ ഇരിപ്പുണ്ട്. അതിലോട്ട് 1 ടേബിൾ സ്പൂൺ ബട്ടറാണ് ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഞാൻ ഉപയോഗിച്ചിരുന്നത് സോൾട്ടഡ് ബട്ടറാണ്. അതുകൊണ്ട് തന്നെ ഇനി ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിച്ച് ചേർക്കാൻ പറ്റത്തുള്ളൂ. ഞാനിപ്പോൾ ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് നമ്മുടെ ചതച്ച വെളുത്തുള്ളിയാണ്. എന്നിട്ട് നമുക്ക് ബട്ടറും ചതച്ച വെളുത്തുള്ളിയും കൂടെ നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കണം. ഓൾറെഡി നമ്മൾ വെളുത്തുള്ളി ഒന്ന് വഴറ്റി എടുത്തിരുന്നതാണ്. എന്നാലും നമ്മൾ ഒന്ന് ചെറുതായിട്ട് പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്നവരെ നമുക്ക് വെളുത്തുള്ളിയും കൂടെ ഒന്ന് വഴറ്റി കൊടുക്കാം. വെളുത്തുള്ളിയുടെ പച്ചമണമൊക്കെ നല്ല പോലെ ഒന്ന് മാറിയതിന് ശേഷം ഇതിലോട്ട് നമുക്ക് കൊഞ്ച് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു 250 ഗ്രാം പ്രോൺസാണ് ഞാനിപ്പോൾ ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് കേട്ടോ. എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മുടെ ഗാർലിക്കും ബട്ടറും എല്ലാം പ്രോൺസിൽ നല്ല പോലെ ഒന്ന് പിടിച്ച് വരുന്നവരേക്ക് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇപ്പോൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഓൾറെഡി സോൾട്ടഡ് ബട്ടറാണ് ഞാൻ ഉപയോഗിച്ചിരുന്നത്. അതുകൊണ്ട് ഉപ്പ് നോക്കിയിട്ടാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. 10 മിനിറ്റിന് ശേഷം നന്നായിട്ട് കൊഞ്ചൊക്കെ ഒന്ന് കുക്കായി റെഡിയായി വന്നതിന് ശേഷം ചതച്ച മുളകും കൂടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. പ്രോൺസ് ബട്ടറിൽ കിടന്നൊരു 10-12 മിനിറ്റ് കുക്ക് ചെയ്താൽ മതി കേട്ടോ. അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഹാർഡായി പോവും. പിന്നെ ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് ചെറുതായിട്ട് മുറിച്ച കറിവേപ്പിലയാണ്. വലിയ കറി ലീവ്സാണ് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് അത് ചെറുതായിട്ട് മുറിച്ച് ചേർത്ത് കൊടുത്തു. നല്ലൊരു ടേസ്റ്റി ആയിട്ടൊരു പ്രോൺസ് ഫ്രൈ ആണ് കേട്ടോ. വളരെ എളുപ്പം നമ്മുടെ വീട്ടിലുണ്ടാക്കാം. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഇതുപോലെ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒന്നും പറയാൻ മറക്കണ്ട. അപ്പോൾ ഒരു പുതിയ റെസിപ്പിയായിട്ട് തിരിച്ചു വരുന്നവരേക്കും താങ്ക് യു. ബൈ.